ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മൾ പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് മാർക്കറ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? പല ആളുകളും ലക്ഷ്യം വെക്കുന്നത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കുട്ടികളുടെ മാരേജ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള പർപ്പസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന്റെ മാരേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. ആ മാരേജിന്റെ ടൈമിൽ ഒരു പക്ഷേ മാർക്കറ്റ്, നമുക്കറിയാം ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈമിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഫണ്ട്, അതിന്റെ ആ മാർക്കറ്റ് ചിലപ്പോൾ ഡൗൺ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫണ്ട് നമുക്ക് ലഭിക്കില്ല. ആ സമയത്ത് നമുക്കത് വിറ്റൊഴിയാൻ സാധിച്ചില്ല എന്നത്. അപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജോ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ? അതൊരു ചോദ്യമാണ്. എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതുമാണ്. നമ്മുടെ കുട്ടിയുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആയിപ്പോയി എന്ന് കരുതി നമുക്ക് കുട്ടിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജ് മാറ്റിവെക്കാം എന്ന് തീരുമാനിക്കാൻ ഒരിക്കലും സാധിക്കില്ല അല്ലേ? അപ്പോൾ അതായത് നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഫണ്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സോവറിൻ ഗ്യാരണ്ടി നൽകുന്ന സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.